സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ നാടിന്റെ നായകനായിരുന്നു സഖാവ് ഇ കെ നായനാർ. റിവിഷനിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം, അവിഭക്ത പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമായിരുന്നു സഖാവ് നായർ. റിവിഷനിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ 32 സഖാക്കൾ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്നു. CPIM രൂപീകരിച്ചപ്പോൾ ആ പാർട്ടിയുടെ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ആയിട്ട് തുടങ്ങിയതാണ് സഖാവ് നായർ. പിന്നീട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, PB അംഗം, ഇങ്ങനെ വ്യത്യസ്ത ചുമതലകളിൽ നമ്മുടെ നാടിനെ ഉജ്ജ്വലമായി നയിച്ച സഖാവ് നായനാരെ 21 വർഷങ്ങൾക്ക് ശേഷവും അതേ വികാരത്തോടെ നമ്മളെല്ലാവരും ഇപ്പോഴും സ്മരിക്കുകയും സഖാവ് നായനാർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ വർഗസമരത്തിന്റെ കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകൾ മുമ്പെന്നത്തെക്കാളും വളരെ പ്രസക്തമായി നിന്ന് നമ്മൾ കാണുകയാണ്. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നമ്മൾ കാണുന്നു. വലതുപക്ഷ ആശയങ്ങൾ ശക്തിപ്പെട്ടു വരുന്നു. തീവ്ര വലതുപക്ഷത്തിന്റെ നിലപാടുകൾക്കൊപ്പം ജനങ്ങൾ നിൽക്കുന്ന ഒരു കാലം നമ്മൾ കാണുക. എന്നാൽ അവിടെയും എവിടെയൊക്കെയാണോ വർഗസമരത്തിന്റെ ജനപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്, അവിടങ്ങളിലെല്ലാം ചെമ്പതാകിയുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ ഉയർന്നു നിൽക്കുന്ന ഒരു കാലമാണ് ഈ കാലമെന്ന് നമുക്ക് കാണാൻ കഴിയും. അതാണ് ശ്രീലങ്കയിൽ നമ്മൾ കണ്ടത്. ലോകത്തെമ്പാടും അങ്ങനെയാണ്. നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണുന്നു. ജനങ്ങൾ തമ്മിലുള്ള ഏറ്റവും കോർപ്പറേറ്റുകളും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം അത്ര രൂക്ഷമായിട്ടാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗസമരത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് എക്കാലത്തെക്കാളും പ്രസക്തിയുള്ള കാലമാണ് ഈ കാലം. ഇപ്പൊ 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നുള്ള കാഴ്ചപ്പാട് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത കൊടിയ ചൂഷണമാണ് ലോകമെമ്പാടും നടക്കുന്നത്. കോർപ്പറേറ്റ് കൊള്ളയാണ് നടക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കർഷകരെയും തൊഴിലാളികളെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള വർഗ സമരങ്ങൾക്ക് എക്കാലത്തെക്കാളും പ്രസക്തിയുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതായിരുന്നു. തീർച്ചയായും അത്തരം സമരങ്ങൾ ഉയർന്നു വരുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ആശയഗതികൾ, ഒരു ഭാഗത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ആശയമാണെങ്കിൽ ആ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ആശയത്തിലൂടെ ആശയം ഉപയോഗിച്ചുകൊണ്ട് മതത്തെ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മറുഭാഗത്ത് ഹിന്ദുരാഷ്ട്രത്തിന്റെ ആശയങ്ങളിലൂടെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ വർഗീയമായി ഭിന്നിപ്പിക്കുന്ന ശ്രമം നടക്കുമ്പോൾ ജനങ്ങളുടെ ഐക്യത്തെ തകർക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഇതിനെ ജനങ്ങളെയാകെ മറ്റ് ഏത് ആശയമായാലും അത്തരം ആശയങ്ങളെല്ലാം സ്വത്വത്തിന്റെ പേരിലായാലും ജാതിയുടെയും മതത്തിന്റെയും പേരിലായാലും വർഗീയ ആശയങ്ങൾക്ക് വേണ്ടിയുള്ളതായാലും അതെല്ലാം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണെങ്കിൽ ജനങ്ങളെ ഐക്യപ്പെടുത്തുന്ന വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷിക്കാരനെയും കർഷക തൊഴിലാളിയെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെയും ഇടത്തരക്കാരനെയും എല്ലാവരെയും വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗബോധത്തിലൂടെ ജനങ്ങളെയാകെ, മഹാഭൂരിപക്ഷം വരുന്ന ജനതയാകെ ഐക്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന പ്രത്യയശാസ്ത്രമാണ് സഖാവ് നായനാർ ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. തീർച്ചയായും വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വർഗ പ്രസ്ഥാനങ്ങൾക്ക്, വർഗ ആശയങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കഴിയണം. കോർപ്പറേറ്റ് കൊള്ളക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വർഗ പ്രസ്ഥാനങ്ങൾക്ക്, വർഗപരമായ ഐക്യപ്പെടലുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കഴിയണം. മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ നാട് പുതിയൊരു കാലഘട്ടത്തിലേക്ക്, ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിലേക്ക് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും അത്യുജ്വലമായ വൻകിട പദ്ധതികളിലൂടെയുള്ള വികസനം, അതോടൊപ്പം തന്നെ ക്ഷേമ പദ്ധതികളിലൂടെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന നിലപാടുകൾ, ഇത് രണ്ടും ചേർത്തുകൊണ്ട് നവകേരള സൃഷ്ടി മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ ഘട്ടം. ആ നവകേരള സൃഷ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സഖാവ് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഈ കേരളത്തിന് കാണിച്ചു കൊടുത്തിരുന്നു എന്നുള്ള അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. നവകേരളത്തിലേക്ക് കുതിക്കുന്ന കേരളത്തിൽ സഖാവ് നായനാരുടെ ഓർമ്മകൾ, ജ്വലിക്കുന്ന സ്മരണകൾ എന്നും പ്രചോദനമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ അനുസ്മരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്ന സഖാവ് ഗോവിന്ദ മാഷ്, പാർട്ടിയുടെ സംസ്ഥാന, നേരത്തെ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി സഖാവ് നായനാരുടെ സ്മാരകത്തിൽ, ഇ കെ നായനാർ സ്മാരകത്തിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി
സഖാവ് എം എ ബേബി ആദ്യമായിട്ടാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കണ്ണൂരിലേക്ക് വന്നിട്ടുള്ളത്. സഖാവ് എം എ ബേബി നായനാർ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയുണ്ടായി. ഇന്ന് വൈകുന്നേരം ചേരുന്ന കല്യാശ്ശേരിയിൽ ചേരുന്ന മഹാറാലി, അനുസ്മരണത്തിന്റെ ഭാഗമായിട്ടുള്ള റാലിയിൽ സഖാവ് എം എ ബേബി റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. സഖാവ് എം എ ബേബിയെ ഈ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുക. ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദ മാഷാണ്. മാഷെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്നേഹാദരങ്ങളോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാക്കൾ ഇ പി ജയരാജൻ, ടി കെ ശ്രീമതി ടീച്ചർ, സഖാവ് കെ കെ ശൈല ടീച്ചർ ഉൾപ്പെടെയുള്ള നേതാക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് എം വി ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സഖാക്കൾ എൻ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സഖാവ് ടി വി രാജേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ടി വി രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെ സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇവിടെയുണ്ട്. സഖാവ് എം സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ടി പുരുഷോത്തമൻ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി സഖാവ് എം പി ജയരാജനോട് അഭ്യർത്ഥിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ആദ്യമായി അവിടെ നിൽക്കുന്നവർ ഈ വേദിയുടെ എൻ്റെ ഇടതുഭാഗത്തുള്ള ആ കസേരയിൽ ഇരുന്നാൽ നന്നായി. നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഈ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളത്. അവിടെ നിൽക്കുന്നവർ പോകാൻ പെട്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കാൻ വിഷമായിരിക്കും. പക്ഷെ ഇത് പെട്ടെന്ന് തീരുന്നതാണ്. സഖാവ് നായനാറെ വീണ്ടും നാം ഓർക്കുകയാണ്. വർഷത്തിലൊരിക്കൽ മാത്രം ഓർക്കേണ്ട ഒരു പേരല്ല സഖാവ് നായനാറുടെ. നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നും സഖാവ് നായനാറുടെ ഓർമ്മകൾ നമുക്ക് കരുത്തു പകരും. രാഷ്ട്രീയമായും സംഘടനാപരമായുമുള്ള പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വഴികാട്ടിയാണ് അദ്ദേഹം. മാർഗദീപമാണ്. ബാലസംഘത്തിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച, ദേശീയ പ്രസ്ഥാനത്തിൽ അണിചേർന്ന, അക്കാലത്തെ ജാതി വ്യവസ്ഥക്കെതിരായി പൊരുതിയ ധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാവ് നായനാർ. എല്ലാ അനീതിക്കും അധർമ്മത്തിനും എതിരായ പോരാട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. മികച്ച പാർലമെന്റേറിയനായി അദ്ദേഹം മാറി. 1987-ലും 80-ലും 87-ലും 96-ലും കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്തു. മികച്ച ഭരണാധികാരിയായി അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ മാറി എന്നുള്ളത് വസ്തുതയാണ്. പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളിൽ കണിശതമായ നിലപാട് സ്വീകരിക്കുകയും എന്നാൽ പൊതുയോഗങ്ങളിലും പ്രഭാഷണങ്ങളിലും ഫലിതം നിറഞ്ഞ ജനങ്ങൾക്കേറെ സ്വീകാര്യമായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിപ്ലവകാരിയായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ സർക്കാരിനെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ വലതുപക്ഷ രാഷ്ട്രീയക്കാരെയും വലതുപക്ഷ മാധ്യമങ്ങളെയും തുറന്നു കാട്ടിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഓരോ ദിവസം കഴിയും തോറും ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഭീകരതയ്ക്കെതിരായി CPIM സ്വീകരിച്ച നിലപാടിന്റെ ശരിമയാണ് പിന്നീട് ഓരോ ഘട്ടത്തിലും നമുക്ക് ബോധ്യമാകുന്നത്. ഓരോ പ്രശ്നങ്ങളിലും ജനങ്ങളുടെ പക്ഷത്ത്, നാടിന്റെ പക്ഷത്ത്, രാജ്യസ്നേഹത്തെ അടിസ്ഥാനമാക്കിയുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് CPIM. ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാനുള്ളത് വളരെ സങ്കീർണമായ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷം കൂടുതൽ ഊർജ്ജസ്വലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സഖാവ് നായനാരുടെ സ്മരണ കരുത്തു പകരും. അതിന് നായനാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പൂക്കളർപ്പിച്ച് പ്രതിജ്ഞയെടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഖാവ് നായനാറിന്റെ സഹധർമ്മിണി കൂടിയായ
ശാരദ ടീച്ചർ ആരോഗ്യപരമായ കാരണങ്ങളാൽ വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ കുടുംബാംഗങ്ങളെല്ലാം നമ്മുടെ ഈ പരിപാടിയിൽ സന്നിഹിതരായിട്ടുണ്ട്. അവരെയും എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സഖാവ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെ ഞാൻ ആദരവോടെ ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള CPM-ന്റെ സമ്മതരായ നേതാക്കളെ, നായനാരുടെ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സഹാക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ എക്കാലത്തെയും പ്രമുഖ നേതാക്കളെ, ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ പ്രമുഖരായിരുന്നു നായനാർ ദേശീയ പ്രസ്ഥാനത്തിലൂടെയാണ് നായനാർ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. വളരെ കുട്ടിയായിരിക്കുന്ന ഘട്ടം മുതൽ നവോത്ഥാന മുദ്രാവാക്യങ്ങൾ അദ്ദേഹത്തെ ആവേശം കൂടി. പഠിക്കുന്ന ഘട്ടത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് അഡ്മിഷൻ നൽകാത്ത സ്കൂൾ മാനേജ്മെന്റിനെതിരായി തന്റെ ബന്ധുവിനെ കലാപം നടത്തിക്കൊണ്ടാണ് സാമൂഹിക ജീവിതത്തിലേക്ക് നായനാർ കടന്നു വരുന്നത്. അതുകൊണ്ട് ദേശീയ പ്രസ്ഥാനം എന്നതിൻ്റെയും കൂടെയും മുമ്പേ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെയാണ് നായനാരുടെ തുടക്കം. പിന്നീട് 1940 മുമ്പ് ബാലസംഘം രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി അനുബന്ധമായി ബാലസംഘത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിട്ട് രംഗത്ത് കഴിഞ്ഞു. പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വളരെ പ്രധാനപ്പെട്ട പോരാളിയായി ഏറ്റവും ഉജ്ജ്വലനായിട്ടുള്ള പടനായകനായി രംഗത്ത് കഴിഞ്ഞു. വളരെ ചെറുപ്പം പുരാണ സംഭവമാണ് സഖാവ് നായനാരുടെ ജീവിതത്തിലെ വഴിത്തിരിവായത്. 1940 സെപ്റ്റംബർ 15 അന്ന് രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി 39ന്റെ അവസാനം രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ചെമ്പതാക ഉയർത്തി നടത്തിയ ആദ്യത്തെ സമ്മേളനമാണ് കീച്ചേരിയിൽ നടത്താൻ തീരുമാനിച്ച് കുട്ടിക്കൃഷ്ണ മേനോൻ കീച്ചേരിയിലുള്ള സമ്മേളനം നിരോധിച്ച് നിരോധനാജ്ഞയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് മുറാടിയുടെ ഭാഗമായ 5-ാം പുരിയിലേക്ക് കാൽനടയായി ജാതിയായിട്ടും കാൽനടയായിട്ടും അവിടെ എത്തിച്ചേർന്നപ്പോഴാണ് യോഗം ആരംഭിക്കുമ്പോഴാണ് മർദ്ദവീരനായ ആറോൺമിൽ സമരം തകർക്കാൻ പ്രത്യേകമായി കൊണ്ടുവന്നതാണ് കുട്ടിക്കൃഷ്ണ മേനോൻ എന്ന ഇൻസ്പെക്ടർ. അദ്ദേഹവും കളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള കുറേ പോലീസുകാർ വെടിവെപ്പ് നടത്താൻ ആജ്ഞാപിക്കാൻ അർഹതയുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാരും കുട്ടിക്കൃഷ്ണ മേനോന്റെ വളവട്ടം പോലീസ് സ്റ്റേഷന്റെ അതിർത്തി കടന്ന് കളിപ്പറമ്പ് പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ അവിടെയുള്ള ഈ വിഭാഗങ്ങളെല്ലാം സംഘടിപ്പിച്ച് നേരെ 5-ാം പിടിയിലേക്ക്, ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതെയാണ് അവിടെ എത്തുന്നത്. ഭാരതീയനായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ, ഭാരതീയ അധ്യക്ഷ പ്രസംഗം നടത്തി കഴിഞ്ഞിരുന്ന സന്ദർഭത്തിൽ
പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് കുട്ടികൃഷ്ണമേനോൻ എന്ന ഈ മർദ്ദകവീരൻ അവിടെ എത്തി വിഷ്ണുഭാരതിയോട് അധ്യക്ഷനോട് പറഞ്ഞു, ഇനി യോഗം തുടരുന്നത്, യോഗം തിരിച്ചുവിടണം. വിഷ്ണുഭാരതിയൻ പറഞ്ഞു, അജണ്ട തീർന്നാൽ തിരിച്ചുവിടാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ദേശീയ ഇവിടെ തന്നെ മുൻകൂടിയായ കുട്ടികൃഷ്ണമേനോൻ ലാത്തി ചാർജിന് ആഹ്വാനിച്ചു. ഓർഡർ. ഈ സന്ദർഭത്തിലാണ് APR ഗോപാലൻ പിന്നീട് ഞാനല്ല മോറാഴ സമരത്തിന്റെ സമരനായകൻ, അത് അറാക്കൽ കുഞ്ഞിരാമനാണ് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചു. അറാക്കലും അതുപോലെ തന്നെ സഖാക്കളും കുറേ ആളുകളും കണ്ടക്കൈ മേഖലയിൽ നിന്നും ജാഥയായി അഞ്ചാംപീടിയിലെത്തുകയാണ്. അപ്പോഴാണ് ലാത്തി ചാർജ് ആരംഭിക്കുന്നത്. പൊതുയോഗത്തിന്റെ സ്റ്റേജിലേക്ക് വളണ്ടർ ക്യാപ്റ്റനാണ് റാക്കൽ കുഞ്ഞിരാമൻ. റാക്കൽ കുഞ്ഞിരാമനെ കണ്ട ആളുകൾ നമുക്ക് ഉണ്ടാവും, വളരെ അപൂർവയിൽ. അദ്ദേഹം മുമ്പേ മരിച്ചു. അദ്ദേഹം അവിടെ കയറി നിന്നിട്ട് ലാത്തി ചാർജ് അഭിമുഖീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നല്ല വളണ്ടിയർ പരിശീലനം കിട്ടിയിട്ടുള്ള നേതാവായിരുന്നു. ഓടരുത് എന്ന് പറഞ്ഞു, നിൽക്കാൻ പറഞ്ഞു. അവിടെ നിന്നു. അതോടെ ലാത്തി ചാർജ് അവസാനിച്ചു. ഓടിച്ചുകൊണ്ട് മാത്രമേ ലാത്തി ചാർജ് നടത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അതിന്റെ നിയമം. ലാത്തി ചാർജ് അവസാനിച്ചപ്പോൾ വെടിവെക്കാൻ പറഞ്ഞു. വെടിവെക്കാൻ ഉത്തരവ്. മാങ്ങാട്ട് നുറുമ്പ് വില്ലേശ്ശേരിയിലെ പ്രധാനപ്പെട്ട വ്യക്തികളുൾപ്പെടെ നിരവധി ആളുകൾക്ക് വെടിവെച്ചു. ആ വെടിവെപ്പിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ജനങ്ങൾ ചെറുത്തു നിന്നത്. അതിന്റെ ഭാഗമായി കുട്ടികൃഷ്ണമേനോൻ അവിടെ തന്നെ മരിച്ചു. ഗോപാലൻ നായർ പിന്നീട് ആശുപത്രിയിൽ നിന്ന് മരിച്ചു. രണ്ടുപേര് ഇവിടെ മരിച്ചപ്പോൾ അന്നേ ദിവസം തന്നെ സെപ്റ്റംബർ 15 ഈ ദിനാചരണ പരിപാടിയുടെ ഭാഗമായിട്ട് തലശ്ശേരി കടപ്പുറത്തേക്ക് മാർച്ച് ചെയ്ത യുവധീരന്മാരായ കമ്മ്യൂണിസ്റ്റ് പോരാളികളെ നെഞ്ചു നോക്കി വെടിവെച്ച് അബൂവിനെയും ചാത്തുകുട്ടിയെയും മൃഗീയമായി ബ്രിട്ടീഷ് പീരങ്കിപ്പട വെടിവെച്ചു കൊന്നു. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികൾ അബൂ ചാത്തുകുട്ടിയാണ്. പക്ഷെ മോറാഴ സംഭവം ലോകപ്രസിദ്ധമായി. ബ്രിട്ടീഷ് പത്രങ്ങൾ എഴുതി, ഇനി ബ്രിട്ടീഷുകാരുടെ എണ്ണപ്പെട്ടു വരികയാണ്, കുറഞ്ഞു വരികയാണ്. സിവിലിയൻ ജനവിഭാഗം ഭരണപൂർവ്വമായിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് മോറാഴ സംഭവത്തിന്റെ പ്രത്യേകത. ഈ മോറാഴ സംഭവത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഐതിഹാസികമായ പോരാട്ടത്തിന്റെ നേതൃത്വ നിരയിലേക്ക് സഖാവ് നായനാർ വരുന്നത്. നായനാരെന്ന് വളരെ ചെറുതാണ്. നായരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ APR ഗോപാലനും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഒപ്പം തന്നെയാണ്. അവരുടെ എല്ലാം ഒപ്പം പ്രതിയാക്കപ്പെട്ട നായനാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നായനാരുടെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായി മാറുന്ന ഒളിവിലേക്ക് പോവുകയാണ്. ഒളിവിൽ 40 സെപ്റ്റംബർ 15 ശേഷം പലരും പല ഭാഗത്ത് ഒളിവിന് പോയപ്പോഴും സഖാവ് നായനാരുടെ ഒളിവ് കേന്ദ്രം വെളേരി, വെസ്റ്റേണേരി ആ മേഖലയിൽ. ആ മേഖലയിൽ നിന്നാണ് സഖാവ് കയ്യൂർ സംഭവത്തിന്റെ തലങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. മോറാഴ സംഭവത്തിന്റെയും കയ്യൂർ സമരത്തിന്റെയും നായകന്മാരുടെ പട്ടികയിൽ സഖാവ് നായനാരുണ്ട്. ആ ഒളിവ് ജീവിതത്തിന്റെ ഭാഗമായിട്ട് കയ്യൂർ മേഖലയിലുള്ള കർഷക മേഖലയിലെ കൃഷിക്കാരുടെ മക്കളെ, ചെറുപ്പക്കാരെ, ചെറിയ യുവാക്കളെ, AV കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇവരോടെല്ലാം ഒപ്പം ചേർന്ന് അവിടെ കയ്യൂരിന്റെ ഭാഗമായിട്ട് ഈ മോറാഴിയുടെ ആവേശം കൂടി ചേർന്ന് അതിശക്തിയായ കർഷക പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിലാണ് കയ്യൂർ സംഭവം ഉണ്ടായത്. അതിൽ പ്രതിയായ സഖാവ് നായനാരും മാറി. അങ്ങനെ നായനാർ മോറാഴ സംഭവത്തിന്റെ പ്രതിയായി. പിന്നീട് കയ്യൂർ സംഭവത്തിന്റെ ഈ രണ്ട് കേസിലും സഖാവ് നായനാരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. മോറാഴ സംഭവത്തിന്റെ വിചാരണ നടക്കുമ്പോൾ സഖാവ് നായനാർ ഒളിവിലായിരുന്നു.
പയ്യൂർ സംഭവത്തിന്റെ ഭാഗമായിട്ടുള്ള വിചാരണയും പ്രശ്നങ്ങളും വരുമ്പോഴും സ്വാഭാവികരായിരുന്നു. മാത്രമല്ല, ഇവിടെ നിന്ന് മാറി തിരുവനന്തപുരത്തേക്ക് പോയി കേരള കൗമുദിയുടെ പത്രപ്രവർത്തകനായി അങ്ങനെ ജീവിതത്തിന്റെ ഒരു തുറയിലേക്ക് അങ്ങോട്ട് നീങ്ങുകയാണ്. നിങ്ങൾക്കറിയാം, കുറേയും കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും സഖാവ് നായനാർ കണ്ണൂരിലേക്ക് വരികയാണ്. കണ്ണൂരിലെ താലൂക്കിന്റെ സെക്രട്ടറിയായി, കണ്ണൂർ താലൂക്ക്. ഇതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ പിന്നീടുള്ള പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സഖാവ് നായനാർ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാകും. വളരെ സുഖ 11 വർഷക്കാലമാണ് സഖാവ് നായനാർ അവിടെ സെക്രട്ടറിയായി. 11 വർഷം കോഴിക്കോട്. തുടർന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാകുന്നത്. അതിനു മുമ്പ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് ജനറൽ കമ്മിറ്റിയിൽ നിന്ന് 32 പേര് ഇറങ്ങി വന്നപ്പോൾ ആ കൂട്ടത്തിൽ സഖാവ് നായനാരുണ്ടായി. അതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ CPIM-ന്റെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് വരുന്നത്. പിന്നീടാണ് പോളിംഗ് ബ്യൂറോയിലേക്ക് വരുന്നത്. ഞാനിതിൻ്റെ എല്ലാ ചിത്രങ്ങളിലേക്കും കടക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നു. അങ്ങനെ സഖാവ് നായനാർ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. രണ്ട് മേഖലയിൽ രണ്ട് പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലായി 11 വർഷം അവിടെയും സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രിയായി. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ റെക്കോർഡ് സഖാവ് നായനാരുടെ പേരിൽ തന്നെയാണ്. എത്ര കാലം മുഖ്യമന്ത്രിയായി എന്നുള്ളതല്ല, 1980 മുഖ്യമന്ത്രിയായ ആദ്യം ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത രീതിയിൽ ഒരു പുതിയ പ്രഖ്യാപന സഖാവ് നായനാർ നടത്തി. അത് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുമെന്നതാണ്. കർഷക തൊഴിലാളിയുടെ അധ്വാന മൂല്യം കണക്കാക്കി ആ അധ്വാന മൂല്യത്തിന് വിലയുണ്ടെന്നും അതിൻ്റെ കൂലി വാങ്ങി, തുച്ഛമായ കൂലി വാങ്ങി അധ്വാനിച്ച് കേരളത്തെ ഊട്ടുന്നതിന് വേണ്ടി പ്രവർത്തിച്ച പാവപ്പെട്ട കർഷക തൊഴിലാളിക്ക് ജീവിതത്തിന്റെ അവസാന ഘട്ടം വരുമ്പോൾ, ഒരു 60 വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ അർഹതയുണ്ട് എന്ന് തൊഴിലാളി വർഗ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഒരു ഭരണ സംവിധാനത്തിന്റെ ഒപ്പം നിന്ന് സഖാവ് നായനാരുടെ പ്രഖ്യാപനവും അന്ന് 45 രൂപയാണ് പ്രഖ്യാപിച്ചത്. ഇന്നത് 1600 രൂപയായിട്ട് ഉയർന്നു. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പായിരുന്നു അത് കർഷക തൊഴിലാളിക്ക് പെൻഷൻ. ജനകീയ ആസൂത്രണ പ്രസ്ഥാനം എങ്ങനെ ഒരു മുതലാളിത്ത സമൂഹത്തിൽ വികേന്ദ്രീകൃതമായ ആസൂത്രണം സംഘടിപ്പിക്കാമെന്ന കൃത്യമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് സാർവദേശീയ തലത്തിൽ തന്നെ ചർച്ച നടത്തി കൃത്യമായിട്ട് ജനകീയ ആസൂത്രണം പ്രഖ്യാപിച്ചു. വികേന്ദ്രീകൃത ആസൂത്രണം അതിന്റെ ഉൽപ്പന്നമാണ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ 26 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ കുടുംബശ്രീ. ഈ ശാക്തീകരണത്തിൽ ഇതുപോലെ ലോകത്തിന്റെ മുമ്പിൽ അത്യപൂർവമായ സംഘശേഷിയുള്ള ഒരു വിഭാഗമായി സ്ത്രീകളെ മാറ്റി അനുഭവം പറയില്ല. ഇന്ത്യയിൽ എവിടെയില്ല. മറ്റിന്ത്യൻ രാജ്യങ്ങൾ, ലോകരാജ്യങ്ങളുണ്ടോ എന്നതിനെപ്പറ്റി എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല. അനുപൂർവ്വം ഇന്നിപ്പോഴും ഏറ്റവും ശക്തമത്തായ സ്ത്രീപക്ഷ മുന്നേറ്റത്തിന്റെ കേന്ദ്രമായി ഈ പറയുന്ന കുടുംബശ്രീ മാറി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന പുതിയ സംവിധാനങ്ങൾ ഉയർന്നു വന്നു, സംരംഭ പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നു. നൂതനമായ മാർഗങ്ങളിലൂടെ അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പിണറായി വിജയൻ ഗവൺമെന്റ്, LDF ഗവൺമെന്റ്. അതൊരു വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ. പാർലമെന്റിലായാലും പാർലമെന്റിൽ എന്ന രീതിയിൽ കേരളത്തിലാവുമ്പോൾ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായി, ഇനി പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നടന്നാൽ നിയമനിർമ്മാണത്തിന് ശേഷം നടക്കാത്ത കാര്യം വരുമ്പോൾ ജനകീയ മുന്നേറ്റത്തിന്റെ പാർലമെന്റേതര മാർഗത്തിലൂടെ 1969 തീരുമാനിച്ച കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം, ജന്മിത്വം അവസാനിപ്പിക്കുന്ന നിയമം നടപ്പിലാക്കാൻ കൂട്ടാക്കാത്ത നമ്മുടെ ഗവൺമെന്റ് പോയതിനു ശേഷം രൂപം കൊണ്ടുവന്ന ഗവൺമെന്റിനെതിരായി അതിശക്തിയായ പോരാട്ടം നടത്തിയ 1969 ഡിസംബർ മാസം 14 അന്നാണ് അറുപകാട് മൈതാനത്തിൽ വമ്പിച്ച് 5 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്ത സമ്മേളനം. ആ സമ്മേളനത്തിൽ സുന്ദരയ്യുണ്ട്, EMS ഉണ്ട്, AKG ഉണ്ട്, നായനാരുണ്ട്, PS അച്യുതാനന്ദനുണ്ട്, CH കണാരനുണ്ട്, അഴീക്കോടൻ രാഘവനുണ്ട്. ഇവരെല്ലാം ഉണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോകത്തിന്റെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വിജയകരമായ ഒരു നിലപാട്, അത് പ്രത്യശാസ്ത്രപരമായ കാഴ്ചപ്പാടായി രൂപപ്പെട്ടു. പാർലമെന്ററി പ്രവർത്തനത്തിലൂടെ നിയമം നിർമ്മിക്കുക, പാർലമെന്റേതര പ്രവർത്തനത്തിലൂടെ നിയമം നടപ്പിലാക്കുക. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സ്റ്റൈലാണ് ലോകത്ത്.
പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിയമം നിർമ്മിക്കും. പാർലമെന്റേതര മാർഗം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജനകീയ മുന്നേറ്റത്തിലൂടെ അത് നടപ്പിലാക്കും. ഇതാണ് ലോകത്തിന് നൽകിയ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് CPIM-ന്റെ പ്രത്യയശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാട്. മാർക്സിസം ലെനിനിസത്തെ പ്രായോഗികതയിൽ ചാലിച്ച് എങ്ങനെ ഫലപ്രദമായി സാമൂഹ്യ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യയശാസ്ത്രം. അതിനെയാണ് പ്രത്യയശാസ്ത്രം എന്ന് പറയുക. മാർക്സിൻ ദർശനമല്ല പ്രത്യയശാസ്ത്രം, മാർക്സിന് അർത്ഥശാസ്ത്രമല്ല പ്രത്യയശാസ്ത്രം. പ്രത്യയശാസ്ത്രം മാർക്സത്തെ അടിസ്ഥാനപ്പെടുത്തിയ പ്രായോഗിക പ്രവർത്തനത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിച്ച് ചേർപ്പിച്ച് അതിന്റെ ഭാഗമായിട്ട് പുതിയ കാര്യം ലോകത്തിന് നൽകുമ്പോഴാണ് അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഈ ഇന്ത്യയിലെ പ്രസ്ഥാനം ലോകത്തിന് നൽകുന്ന പ്രത്യയശാസ്ത്രത്തിലെ പ്രത്യേകതയോടുകൂടി അവതരിപ്പിക്കപ്പെടുന്നത്. അതാണ് പ്രത്യയശാസ്ത്രത്തിന്റെ പ്രത്യേകത. ആ പ്രത്യയശാസ്ത്രം ഇതാണ്: പാർലമെന്ററി പ്രവർത്തനത്തിലൂടെ നിയമം നിർമ്മിക്കുക. പറ്റിയാൽ പാർലമെന്ററി പ്രവർത്തനത്തിലൂടെ നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ, വലതുപക്ഷം ആ നിലപാട് സ്വീകരിക്കുമ്പോൾ, ഈ പറഞ്ഞ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്റേതര മാർഗം അടിസ്ഥാനപ്പെടുത്തി ജനകീയ മുന്നേറ്റത്തിലൂടെ അത് സ്ഥാപിച്ചെടുക്കുക. ഇതാണ് ലളിതമായ കാര്യം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് തീരുമാനിച്ചു. 1969 ഒക്ടോബർ 14 നിയമം പാസായി. പാസാക്കാതപ്പോ, നടപ്പിലാക്കാതപ്പോ ഡിസംബർ 14 ഈ മഹാ നേതാക്കന്മാർ മുഴുവൻ പങ്കെടുത്ത സമ്മേളനത്തിൽ AKG-യാണ് സമര പ്രഖ്യാപന പ്രസംഗം നടത്തിയത്. ആ പ്രഖ്യാപനം എങ്ങനെയായിരുന്നു? വലിയ പോരാട്ടങ്ങളിലൂടെ, സമരങ്ങളിലൂടെ കേരളത്തിലെ ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷം അന്ന് ഗവൺമെന്റാണ്, സപ്തമുന്നണി ഗവൺമെന്റാണ്, 67 അധികാരത്തിലുള്ള ഗവൺമെന്റ്. ഗൗരിയമ്മയാണ് ആ നിയമം പൈലറ്റ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് നിയമം നിർമ്മിച്ചു. ആ നിയമം നടപ്പിലാക്കാൻ കൂട്ടാക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾ നിയമം നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും, ഉള്ള പ്രയോഗം, നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും ഞങ്ങൾ 1970 ജനുവരി മാസം 1 അന്ന് ഈ നിയമം നടപ്പിലായതായി ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു. AKG-യുടെ ആ സമ്മേളനം കഴിഞ്ഞു. പിന്നെ വളരെ ചുരുക്കം ദിവസം മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കർഷക തൊഴിലാളി പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും എല്ലാം തയ്യാറെടുപ്പ് നടത്തി. 1970 ജനുവരി മാസം 1 കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ, കർഷക തൊഴിലാളിയുടെയും കർഷക പ്രസ്ഥാനത്തിന്റെയും നേതാക്കൾ, പ്രവർത്തകരെല്ലാം പുലരുമ്പോൾ ഈ കുടികളപ്പ് മുഴുവൻ വളച്ചുകെട്ടി, കൃഷിഭൂമി മുഴുവൻ സ്വന്തമാക്കി. അങ്ങനെ വലിയ പോരാട്ടത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട 18 സഖാക്കളാണ് ആ സമരഭൂമിയിൽ മരിച്ചു വീണത്. ഭാർഗവി എന്ന ഒരു സ്ത്രീ സഖാവിനെ ആലപ്പുഴയിൽ വെടിവെച്ചു കൊന്നു ഈ പോലീസ്. അന്നത്തെ പോലീസിന്റെ ഏറ്റവും ശക്തമായ കടന്നാക്രമണത്തിന്റെ ഭാഗമായിട്ട് വെടിവെച്ചു കൊന്നു. നിരവധി സഖാക്കൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. നിരവധി സഖാക്കൾക്ക് മർദ്ദനമേറ്റ് വന്നു. വലിയ വടിയുമായിട്ട് ഇറങ്ങിയിട്ടുള്ള പോലീസ്, പുതിയ പോലീസാണ് CRP. അവരെല്ലാം കൂടി ചേർന്ന് മിച്ചഭൂമി സമരം ഉൾപ്പെടെ ഈ കേരളത്തിൽ നടന്ന പശ്ചാത്തലത്തിൽ 2 കൊല്ലക്കാലം അതിശക്തിയായ നരവേട്ട നടത്തി CPM-നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും സഖാക്കൾക്കുമെതിരായിട്ട്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം കണക്കാണെന്ന് പറയുന്നവരുടെ മുമ്പിൽ ഇതാ കൃത്യമായി കണക്ക് വെച്ച് പറയുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം വരുത്തി ജന്മത്വം അവസാനിപ്പിച്ച് 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി അവർക്ക് ലഭിച്ചു. 15 ഏക്കർ വരെ ഭൂമി ലഭിച്ചു. എത്ര? 36 ലക്ഷം കുടുംബങ്ങൾക്ക് കേരളത്തിൽ. അതായി കേരളം, ആധുനിക കേരളം രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനപരമായ കാര്യം അതാണ്. ഈ ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടക്കാത്ത കാര്യം കേരളത്തിൽ മാത്രമായി നടന്നു. 57 മുതൽ VMS-ന്റെ ഗവൺമെന്റ് മുതൽ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന വമ്പിച്ച മാറ്റം, അതും കേരളത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തി. ഇന്ന് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളാണ് മുഴുവൻ വീടുകളിലും ഉള്ളത്. ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത ഈ പ്രത്യേകത കേരളത്തിന്റെ മാത്രമായി ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലം ഈ പറയുന്ന മാറ്റങ്ങളിലൂടെയാണ്. അതിനൊപ്പം ചേർന്നുകൊണ്ടാണ് സാക്ഷരതാ പ്രസ്ഥാനം മുന്നേറിയത് സർവനായരുടെ കാലത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അധികാര വികേന്ദ്രീകരണം, അതിന് തന്നെ ഉൽപ്പന്നമായ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആധുനിക സമൂഹത്തോടൊപ്പം നമുക്ക് എങ്ങനെയാണ് കേരളത്തെ നയിക്കാനാവുക എന്നതിൽ നിന്നാണ്
IT മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായ ശ്രമം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം. അതാണ് പ്രധാനപ്പെട്ട പാർക്കായി ടെക്നോ പാർക്കായിട്ട് കടന്നു വന്നു. ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹബ്ബായി മാറ്റി. ഇങ്ങനെ കേരളത്തിന്റെ സമഗ്ര വികസനം മുന്നോട്ടേക്ക് നയിക്കുന്ന അടിത്തറവാകിയ കേരളത്തിന്റെ ഭരണാധികാരികളിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ പട്ടികയിൽ സഖാവ് നായനാർ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്താണുള്ളത് എന്ന കാര്യം ഞാൻ അനുസ്മരിച്ചു എന്ന് മാത്രമേ. ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പറയാനുണ്ട്. മണിക്കൂറുകൾ പറഞ്ഞാലും തീരാത്ത കാര്യങ്ങൾ സഖാവ് നായനാരെ പറ്റി പറയാം. നായരുടെ പെരുമാറ്റം, നായരുടെ സമീപനം, സ്വഭാവം, എല്ലാറ്റിനെയും വളരെ ഗൗരവത്തോടെ കാണാനുള്ള ശേഷി, എന്നാൽ വളരെ ലളിതമായിട്ട് അത് അവതരിപ്പിക്കാൻ, ജനങ്ങളിൽ എത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ സമഗ്ര കഴിവ് വളരെ സജീവമായ രീതിയിൽ കേരള രാഷ്ട്രീയത്തെ ചലിപ്പിച്ച് കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട നായനാരാക്കി ആ നായനാരുടെ സവിശേഷതയിലൂടെ വളർത്തിയെടുത്തു. അങ്ങനെ ഈ കേരളത്തെ ആധുനിക കേരളമാക്കുന്നതിനു വേണ്ടി ത്യാഗപൂർണമായി പ്രവർത്തിച്ച സഖാവിന്റെ ജീവചരിത്രം വായിക്കേണ്ടതാണ്. കാട്ടിൽ കടന്നുറങ്ങുമ്പോൾ കാട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ മനുഷ്യന്മാർ മാത്രമല്ലല്ലോ, പാമ്പ്, ഇഴജന്തുക്കൾ, വിഷമുള്ള മൂർഖൻ ഉൾപ്പെടെ കടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ കൃത്യമായിട്ട് പിന്നീട് മനസ്സിലാക്കുകയാണ് കാലിന്റെ മേലെ കൂടി ഇഴഞ്ഞുപോയ മൂർഖൻ പാമ്പിനെ. ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒളിക ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ ദുഷ്കരമായ ഒന്നായിരുന്നു. അന്നിന്നത്തെ പോലെ വളർന്ന് പങ്കരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമില്ല. അങ്ങനെ ഏത് ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾക്കും മുമ്പത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ ശേഷി നേടിയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായ സഖാവ് നായനാരെ നമ്മൾ ഇന്ന് സ്മരിക്കുമ്പോൾ വർത്തമാന കാലം വളരെ സങ്കീർണമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഭീകരവാദികൾ ഇന്ത്യയെ തന്നെ തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ കണ്ടത്. ജമ്മു ആൻഡ് കാശ്മീരിലുണ്ടായ ഭീകരവാദത്തെ എതിർക്കാൻ നേതൃത്വപരമായ പങ്കുവഹിച്ച മുസ്ലിം നാമധാരികളെ ഒരു BJP മന്ത്രി തന്നെ പറഞ്ഞത്, അവൾ ആ ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം കൊടുത്ത ഒരു മുസ്ലിം വനിതയെ പറ്റി പറഞ്ഞത്, സൂര്യ പറഞ്ഞത് അവൾ ഭീകരവാദികളുടെ സഹോദരിയാണ് എന്നാണ്. എത്ര കലുഷിതമാണ് അവതരണം. അവരുടെ പേരിൽ മുസ്ലിം പേരായതുകൊണ്ട് ത്യാഗപൂർണമായ ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം കൊടുത്ത വനിത, പട്ടാള ഉദ്യോഗസ്ഥ, അവരെ പറ്റി പറയുന്നത് ഇത് ഭീകരവാദികളുടെ സഹോദരിയാണ്. എത്രത്തോളം അപകടകരമാണ് വർഗീയ ധ്രുവീകരണത്തിന്റെ BJPയുടെ നിലപാട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ വളരെ ശക്തമായ രീതിയിൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ വിരുദ്ധത ഉപയോഗിച്ച് മുസ്ലിം വിരുദ്ധതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തടയണം. ജനാധിപത്യ സമൂഹത്തിന് അത് തടയേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഒരുതരം ഭ്രാന്ത് രൂപപ്പെടുത്താനാണ് ശ്രമം. അത് ദേശസ്നേഹപരമാണ് എന്നൊരു തെറ്റിദ്ധാരണയും വേണ്ട. അത് സത്യം പറഞ്ഞാൽ രാഷ്ട്രവിരുദ്ധമാണ്. ഇന്നിപ്പോ പോപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നലെ സ്ഥാനാരോഹണം നടത്തി. അദ്ദേഹം പറഞ്ഞു, ലിയോ 14 അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ ഇന്ന് വായിച്ചു. അദ്ദേഹം യുദ്ധത്തിനെതിരായ ഏകോപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന കേന്ദ്രീകൃത പ്രക്രിയക്കെതിരായ നമ്മളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ വൈവിധ്യങ്ങളിലുള്ള പ്രത്യേകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലിയോ 14 പ്രസംഗം വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് ഫ്രാൻസ് മാപ്പാപ്പക്ക് കൃത്യമായ തുടർച്ച, ദുർബല ജനവിഭാഗങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള കൃത്യമായ വിശദീകരണം. അവിടെയാണ് സഹിഷ്ണുതയോടുകൂടി മറ്റുള്ളവരെ കേൾക്കണം, ഡയലോഗ് വേണമെന്ന് അദ്ദേഹം പറഞ്ഞത്. അവരെ ഒറ്റപ്പെടുത്തി തകർക്കുകയല്ല വേണ്ടത്. ഞാൻ ഇന്ന് പ്രത്യേക ഒരു ദിവസമായതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ. നായനാരുടെ ദേഹത്തിൽ വൈവിധ്യങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും എല്ലാ ജനവിഭാഗങ്ങളെയും സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചേർത്ത് പിടിക്കാനും സാധിക്കേണ്ടുന്ന ഇന്ത്യൻ പരിതസ്ഥിതിയിൽ മതവിദ്വേഷത്തെ അടിസ്ഥാനപ്പെടുത്തി വർഗീയമായി
ജനങ്ങളെ അണിചേർക്കാൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ, ദേശീയ പോരാട്ടത്തിന്റെ പാരമ്പര്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും ശക്തമത്തായ ദേശീയ പ്രസ്ഥാനം രൂപപ്പെടുത്തിയ ഇന്ത്യയെ തന്നെ തകർക്കാൻ ഇപ്പോഴും ആ പ്രസ്ഥാനത്തിൽ ഒന്നുമില്ലാത്ത ഈ ഭീകര നിലപാടുകൾ സ്വീകരിക്കുന്ന നമുക്കെല്ലാം അറിയുന്ന സംഘപരിവാർ മേഖല, RSS, BJP ഉൾപ്പെടെയുള്ള വിഭാഗം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതിനെതിരായിട്ട് പൊരുതാൻ നമുക്കാവണം. ഈ വർഗീയ ധ്രുവീകരണത്തെ തുറന്നു കാണിക്കാൻ നമുക്കാവണം. വർഗീയ ധ്രുവീകരണത്തിന്റെ പുതിയ സാമ്പിൾ കേരളത്തിലുണ്ട്. നമ്മൾ കാണുന്നത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല, BJP മധ്യപ്രദേശിൽ മാത്രമല്ല, ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഒരു താൽക്കാലികക്കാരനാണ്. അദ്ദേഹം അവിടുത്തെ അധ്യാപകരെയും കുട്ടികളെയും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്, ഇവിടെയുള്ള അധ്യാപകരും കുട്ടികളും ദേശവിരുദ്ധരാണ്. ദേശത്തിന്റെ സുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് ഇവരൊക്കെ ഇതിന്റെ വക്താക്കളും ബാക്കി അവിടെയുള്ള കോളേജിലെ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും മുഴുവൻ ദേശവിരുദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന, ഞാൻ പിന്നെ ഒരു വൈസ് ചാൻസലർ ആയതുകൊണ്ട് അതിലപ്പുറം പറയുന്നില്ല. ഇതെല്ലാം വളരെ വ്യക്തമായ അജണ്ടയാണ്. വർഗീയവൽക്കരണത്തിന്റെ അജണ്ട, കാവ്യവൽക്കരണത്തിന്റെ അജണ്ട. ഈ അജണ്ടയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തന്നെ വേറൊരു പകർപ്പാണ് വേടനെതിരായിട്ടുള്ള കടന്നാക്രമണം. വേടനെതിരെ പാലക്കാട് സഖാവ് പിണറായിയെ കണ്ട് സംസാരിക്കുന്ന ഫോട്ടോയിൽ നമ്മൾ കണ്ടു. വേടൻ എന്ന് പറയുന്നത് ഒരു പുതിയ ലോകത്തെ ആധുനികമായ ഒരു മ്യൂസിക് സംവിധാനത്തിന്റെ കേരളത്തിന്റെ പടനായകനായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും വേടൻ. റാപ്പ് മ്യൂസിക്കില്ലേ, റാപ്പ് മ്യൂസിക് നമുക്കൊന്നും അത് അറിയില്ലല്ലോ. അപ്പോ RSSകാർ പറയാണ്, BJPക്കാർ പറയാണ്, ഇത് ജാതി ഭീകരതയാണ്, ജാതി ഭീകരത. റാപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. റാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. നോക്കിയപ്പോ അർത്ഥം വളരെ വ്യക്തമാണ്. റാപ്പ് എന്ന് പറഞ്ഞാൽ റിതം ആൻഡ് പോയട്രി എന്നാണ്. നമ്മുടെ പദ്യം വളരെ മനോഹരമായി സമന്വയിപ്പിച്ച് ലയിപ്പിച്ച് താളാത്മകമായിട്ട് പാടുന്ന മ്യൂസിക്കാണ് റാപ്പ് മ്യൂസിക്. ആ റാപ്പ് മ്യൂസിക്കിനെ പറ്റിയാണ് പറയുന്നത് കലാഭാസമാണ്. ഇവരെന്ത് കല? ഈ RSSകാരന് പ്രത്യേകിച്ച് അതിന്റെ മുഖപത്രത്തിന്റെ പത്രാധിപർ മധുവിന് എന്ത് കല, എന്ത് കലാസ്വാദനം? ഒരു കലയെ പറ്റി വ്യക്തമില്ല, റാപ്പിനെ പറ്റി അറിയേയില്ല. എന്താണ് റാപ്പ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ യൂറോപ്പ് മേഖല ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ പ്രശസ്ത സംവിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ റാപ്പ്. അപ്പോഴാണ് ഇവിടെ വിശദീകരിക്കുന്നത് കലാഭാസം. പിന്നെയോ ജാതി അധിക്ഷേപം, സവർണ മേധാവിത്വത്തിന്റെ നിലപാടുകളെ ചരിത്ര അപവാദത്തോടുകൂടി വ്യക്തമായിട്ട് ഈ റാപ്പ് മ്യൂസിക്കിന്റെ ഭാഗമായി വേടൻ പറയുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ വേടൻ ഒരു കാര്യം ചെയ്തു. വെട്ടാളുണ്ട് വേടന്റെ ഒപ്പം. വെട്ടാളും ഒരു റൂം പോയി. അവിടെ നോക്കിയപ്പോൾ പോലീസുകാർ ബോധപൂർവ്വം തന്നെയാണ്. വേടനെ പോലുള്ള ഒരാൾ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ പലർക്കും സഹിക്കില്ല എന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയും ഭരണകൂടവും വേണമെന്ന് പറയുന്നവരാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി BJP. ചാതുർവർണ്ണ വ്യവസ്ഥ, സനാതന ധർമ്മം. ഇവരെന്ത് സനാതന ധർമ്മത്തെ പറ്റിയാണ് പറയുന്നത്? അടിമതുല്യമായിട്ട് ജീവിച്ച പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ, പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന അതിശക്തമത്തായ രീതിയിലുള്ള അദ്ദേഹം തന്നെ എഴുതി, അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്ത്, അദ്ദേഹം തന്നെ പാടുമ്പോൾ അതിലൊരു കരുത്തുണ്ട്, ഒരു ശക്തിയുണ്ട് ആ റാപ്പ് മ്യൂസിക്കിന്. അങ്ങനെയാണ് വേടൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധനായത്. വേടൻ ജയിലിൽ കിടക്കുമ്പോൾ ഞാനൊരു കാര്യം ടീച്ചർ പറയുന്നത് വേടന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് മരിച്ചു പോയിരുന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹം 6 ഗ്രാം കഞ്ചാവാണ് ആ റൂമിലുണ്ടായത്. ഇവരെട്ടാളും. പക്ഷേ യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് കഞ്ചാവ് കൈവശം വെക്കാം. കൈവശം വെച്ചിട്ട് റൂമിലുണ്ടാകുമ്പോഴോ ഇല്ല, അത് തെറ്റന്നെയാണ്. വേടൻ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി, എന്നെ നന്നാക്കാനോ എന്നോട് പറയാനോ എനിക്ക് പറഞ്ഞു തരാനോ ആരും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വളർന്നു വന്നപ്പോൾ ഒരു ശീലമായിപ്പോയി. ആ ശീലം ഞാൻ നിർത്തുന്നു, ആ തെറ്റ് ഞാൻ ഏറ്റുപറയുന്നു, ആ
അത്രയും പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട കാര്യം. കേസെടുത്തോട്ടെ, കേസ് കൈകാര്യം ചെയ്യാം. അപ്പൊ തന്നെ ജാമ്യം കൊടുത്തു വിട്ടതാണ്. അപ്പോഴാണ് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം പറയുമ്പോൾ പാടുമ്പോൾ ഉള്ള ഒരു കണ്ണുകടി. അപ്പൊ അദ്ദേഹം സൂക്ഷിച്ചു നോക്കി, ശരീരം മുഴുവൻ നോക്കിയപ്പോ ഒരു മാല വന്നു. മാല നോക്കിയപ്പോ അതിലൊരു പുലിയുടെ പല്ലുണ്ട്. ഇത്രേ ആരോ കൊടുത്തതാണ്. വേടനയിൽ വല്ലാതെ നോക്കിയിട്ടൊന്നുമല്ല. വേടൻ പറഞ്ഞു എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല, എനിക്കൊരു മാല കിട്ടി, ഞാൻ ഇട്ടുകൊണ്ട് മാത്രമേ. പക്ഷെ ജാമ്യം കിട്ടാതെ വകുപ്പ് ചേർത്ത് കേസെടുക്കാനാണ് യഥാർത്ഥത്തിൽ ഫോറസ്റ്റുകാർ ശ്രമിച്ചത്. നല്ല കാര്യമുണ്ടായിരുന്നു. റിമാൻഡിൽ കിടക്കുമ്പോൾ ഞങ്ങളൊരു വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ട് വേടന്റെ ഒപ്പം നിന്നു. അധസ്ഥിത ജനവിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്ന ഈ കേരളം കണ്ട ഏറ്റവും പ്രമുഖനായ റാപ്പ് മ്യൂസിക്കിന്റെ വക്താവായിട്ട് രാജ്യമറിയുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച ആ ചെറുപ്പക്കാരന്റെ ഒപ്പം നിന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, തെറ്റായ ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ല, ഞങ്ങൾ ഈ കേരളീയ സമൂഹം വേടന്റെ ഒപ്പമായിരിക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞപ്പോഴാണ് ചിത്രം മാറിയല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നു ഇടുക്കിയിലെ ആളുകൾ എന്നോട് തന്നെ വിളിച്ചു ചോദിച്ചു, എന്താ ചെയ്യുക, ഇങ്ങനെ ഒരു പരിപാടി, വേടന്റെ പരിപാടിയാണ്, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒരു സംശയമില്ല, വേടൻ തെറ്റ് പറ്റിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്, തിരുത്താൻ ഗവൺമെന്റാണ് ഇടപെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിപാടി ഇടുക്കി പരിപാടിയുടെ ഭാഗമായിട്ട് വെക്കണം, വെച്ചോ എന്ന് പറഞ്ഞു. എന്താ ജനകീയമായ ഒരു മുന്നേറ്റം സൃഷ്ടിച്ചത് അവിടെ. ഇത് സവർണ മേധാവികളുടെ ബോധപൂർവമായ ഒരു കടന്നാക്രമമാണ്. വേടനെതിരായിട്ട് ഈ കടന്നാക്രമണം നടത്തിയാൽ സനാതന ധർമ്മത്തിന്റെ പേരും പറഞ്ഞ് ഇതുപോലുള്ള കലാകാരന്മാരെയും അതുപോലെ തന്നെ കലാസ്വാദന മേഖലയിൽ വരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെയും വേട്ടയാടാൻ ശ്രമിച്ചാൽ അതിന് ഈ കേരളീയ സമൂഹം നിന്നുകൊടുക്കില്ല എന്ന ഉറച്ച സമീപനത്തിൽ തന്നെയാണ് കേരളം മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ഇനിയും അങ്ങനെയാവുക കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ്. വർഗീയവൽക്കരണത്തിന്റെ ഒരു ഭാഗമാണ്. അദ്ദേഹം ദേശവിരുദ്ധനാണെന്ന് പ്രഖ്യാപിക്കാനാണ്. ഇവന്റെ എല്ലാം പുസ്തകയായിട്ടാണ് ദേശം. ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഒരു കടമയും നിർവഹിക്കാത്ത ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചവരാണ് ഈ RSS, ഹിന്ദു മഹാസഭ ഉൾപ്പെടെ. എന്നിട്ട് ഇവിടെ ഞങ്ങളെ ദേശീയത പഠിപ്പിക്കാൻ പുറപ്പെടുകയാണ്, കമ്മ്യൂണിസ്റ്റുകാരെ ദേശീയത പഠിപ്പിക്കാൻ പുറപ്പെടുകയാണ്. ആര്? ഈ പറയുന്ന RSSകാരൻ. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പം മാത്രമേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാപ്പെഴുതി കൊടുത്തു വന്ന സവാർക്കർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു പാരമ്പര്യമുള്ള ശക്തികൾ, വിഭാഗങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാർ വിഭാഗം. അവർ ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പുരോഗമന പ്രസ്ഥാനത്തെയും അതിന്റെ ഇടതുപക്ഷ ആശയ സംഹിതയുടെ ഭാഗമായിട്ടുള്ള ജനകീയമായ മുന്നേറ്റത്തെയും തകർക്കാൻ ഇപ്പോൾ ഓരോരോ മേഖലയിലായി സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്നിട്ട് വർഗീയമായിട്ട് ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള എല്ലാറ്റിനെയും നമുക്ക് ശക്തിയായിട്ട് പ്രതിരോധിക്കാനാവണം. അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. ഇനി നമുക്ക് ഒരു പുതിയ കേരളത്തിലേക്കുള്ള യാത്രയുടെ മധ്യത്തിലാണ് നമ്മളുള്ളത്. അതിന്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനാവണം. ലോകത്തിന് മാതൃകയാവുന്ന ഒരു കേരളമാവണം. അതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടിണിയില്ലാതെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി വരുന്ന നവംബർ 1-ാം തീയതി കേരളം മാറും. ദുർബലരായ 64,006 കുടുംബത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കും. 1-ാം തീയതി പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമാണ് നമ്മൾ. ആരോഗ്യ മേഖലയിലും ലോകത്തെ വിസ്മയിക്കുന്നതാണ് കേരളത്തിന്റെ ചിത്രം. തൊഴിലില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള സംരംഭ പ്രവർത്തനങ്ങൾ 3,50,000, ഏതാണ്ട് 7 ലക്ഷത്തിലധികം ആൾക്ക് തൊഴിൽ. ഇപ്പോഴത്തെ മെഗാ ജോബ് ഫെയർ നടക്കാൻ പോവാണ്. വരുന്ന 21-ാം തീയതി മാങ്ങാട്ടുപറമ്പ്, നിങ്ങൾക്കറിയാം, എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇതിന്റെ തീയതി. 10,000കണക്കിന് ആളുകൾ വരാൻ പോവുകയാണ് കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലയിൽ നിന്നും. അവർക്ക് തൊഴിലിന് വേണ്ടി 10 ലക്ഷം ഡിമാൻഡ് നമ്മുടെ മുമ്പിലുണ്ട്. ഇവരെ അതിന് പ്രാപ്തരാക്കണം. അവരെ പ്രാപ്തരാക്കിയ 1000കണക്കിന് ആളുകൾക്ക് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന മാങ്ങാട്ടുപറമ്പിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന ഈ ജോബ് ഫെയറിൽ നിന്ന് ജോലി ലഭിക്കും. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ തന്നെ 1000കണക്കിന് ആളുകൾക്ക് നോളേജ് എക്കണോമി മിഷന്റെ ഭാഗമായിട്ട്, കേഡസ്കിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ള നാട് കേരളമാണ്. വാരി പോയെടുക്കാൻ നമുക്ക് യുവതി യുവാക്കളുണ്ട്, നല്ല വിദ്യാഭ്യാസം നേടിയവർ.
അവരെ ഫലപ്രദമായിട്ട് കൃത്യമായ രീതിയിൽ ഒരു ദിശാബോധത്തോടെ സംഘടിപ്പിച്ച് മുന്നോട്ടേക്ക് പോയാൽ ഒരു സംശയവും വേണ്ട, കേരളം അതിശക്തിയായി മുന്നോട്ടേക്ക് പോകും. അവിടെ വാങ്ങൽ ശേഷി വർദ്ധിക്കും, തൊഴിലില്ലായ്മ പരിഹരിക്കും. അതുപോലെ തന്നെ ഈ മേഖലയിൽ ഉത്പാദിപ്പിക്കുന്ന ചരക്കുകൾക്ക് വലിയ മാർക്കറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഡിമാൻഡ് ആൻഡ് സപ്ലൈ അടിസ്ഥാനപ്പെടുത്തി കേരളം മുതലാളിത്ത സമൂഹത്തിന്റെ ഭാഗമായിട്ട് തന്നെ വളരും. ഓഫീസൊന്നുമല്ല, ജനാധിപത്യ വിപ്ലവമല്ല, ഓർഡിനൻസിന്റെ ഭാഗമായ ഒരു ബദൽ സംവിധാനത്തിലൂടെ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുകയാണ്. അങ്ങനെ രണ്ടാം ടേം കഴിഞ്ഞ് മൂന്നാം ടേമിലേക്ക് ഒരു 10-20 കൊല്ലം കൊണ്ട് ലോകത്തെ ഏറ്റവും വികസിതമായ അർദ്ധവികസിതമായ രാജ്യങ്ങളുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കുക എന്നതാണ് നവകേരളത്തിന്റെ ഉന്നം. സഖാവ് നായനാർ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ പാർട്ടി നേതാക്കളുടെ ഭരണാധികാരികളുടെ എല്ലാം പിന്മുറ പറ്റി നമുക്ക് ലോകത്തിന് മാതൃകയാവുന്ന ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനാവണം. അതായിരിക്കും സഖാവ് നായനാരുടെ ഇന്നത്തെ 21 വർഷമായി സഖാവിനെ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് സ്മരിക്കുമ്പോൾ നമുക്കെടുക്കാനുള്ള പ്രതിജ്ഞ. സഖാവ് നായനാർ തുടങ്ങി വെച്ച് വളർത്തിയെടുത്ത അതേ ചുമതലകൾ വളരെ ഫലപ്രദമായി ലോകോത്തരമായ രീതിയിൽ ഞങ്ങൾ നിർവഹിക്കുമെന്ന പ്രതിജ്ഞയോടുകൂടി സഖാവ് നായനാരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് PK ശ്രീധർ ടീച്ചർ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ സഖാവ് MV ജയരാജൻ, പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പ്രിയപ്പെട്ട സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ സഖാവ് ജയരാജൻ, സഖാവ് ശൈലജ ടീച്ചർ, ചന്ദ്രൻ, രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, പ്രിയ സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇനിയൊരു ആനുകാലിക രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ഒരു പ്രസക്തിയുമില്ല. മിക്കവാറും ദേശീയ തലത്തിലും സംസ്ഥാനത്തുമുള്ള വിഷയങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് നായനാരെ അനുസ്മരിച്ചുകൊണ്ട് സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സഖാവ് VK നായനാരെ സംബന്ധിച്ച് മാത്രം 2 വാക്ക്. സഖാവ് VK നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് മാത്രമല്ല, അനിഷേധ്യനായ പാർട്ടിയുടെ സമന്നത സ്ഥാനത്ത് പൊളിറ്റ് ബ്യൂറോയിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനത്ത് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നിസ്തുലമായ പങ്കുവഹിച്ചിട്ടുള്ള ത്യാഗോജ്ജലമായ പോരാട്ടങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും എണ്ണമറ്റ സാഹസികമായ ഇടപെടലിലൂടെയും കേരളത്തിലെ ജനമനസ്സ് കീഴടക്കിയിട്ടുള്ള ഒരു നേതാവാണ്. ജനമനസ്സ് കീഴടക്കിയ ഒരു നേതാവ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ്. ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ മാത്രം മനസ്സല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും മനസ്സ് കീഴടക്കാനുള്ള ഒരു ശക്തി സഖാവ് നായനാർക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തനതായ സവിശേഷത ജനകീയതയുടെയും പലപ്പോഴും അദ്ദേഹം നടത്തുന്ന നർമ്മരസപ്രധാനമായ പ്രഭാഷണങ്ങളിലൂടെയും മനുഷ്യ മനസ്സിലേക്ക് കയറി കൂടാൻ സഖാവ് നായനാർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മാഹാത്മ്യമായിട്ട് നമ്മൾ എടുത്തു പറയുന്നത്. പാർട്ടി അല്ലാതെ തനിക്ക് മറ്റൊന്നുമില്ല എന്ന് നേരെ ചൊവ്വേ പറയുന്നില്ലെങ്കിൽ പോലും പലപ്പോഴും വ്യംഗ്യന്തരേണ അദ്ദേഹം സംസാരിക്കുന്നത് പാർട്ടി കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് എല്ലാം ഉള്ളൂ എന്ന് അദ്ദേഹം ഇടയ്ക്ക് നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയും. പാർട്ടി പറയട്ടെ, പാർട്ടി ആണ് എന്ന രീതിയിൽ കണ്ട ഒരു വലിയ നേതാവാണ് അദ്ദേഹം. ഭരണരംഗത്ത് വിസ്തൃതമായ പങ്കാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത്. 11 വർഷക്കാലം കേരളം അദ്ദേഹം ഭരിച്ചപ്പോൾ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ, കേരളത്തിൽ നിലനിൽക്കുന്ന വിവേചനങ്ങൾ, അതുപോലെ പട്ടിണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, സ്ത്രീ ശാക്തീകരണം പോലുള്ള വിഷയങ്ങളിൽ ഏറ്റവും ശക്തമായിട്ട് ഇടപെടാൻ തക്ക വിധത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സാധിച്ചിരുന്നു എന്നുള്ളതും നമ്മൾ എന്നും ഓർക്കുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം സഖാവ് VS CPM-ന്റെ പൊളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങളായി സമകാലികരായിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് സഖാവ് EMS-ന് പുറമെ സഖാവ് EMS ആയിരുന്നു നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ നമുക്ക് വഴി തെളിയിച്ച, വഴികാട്ടിയായിട്ട് പ്രവർത്തിച്ച മുഖ്യമന്ത്രി. അദ്ദേഹത്തിനോടൊപ്പം തന്നെ
അദ്ദേഹത്തിന്റെ സമകാലികരായിട്ട് പ്രവർത്തിക്കാൻ സഖാവ് നായനാർക്കും സഖാവ് ബാലാനന്ദനും സഖാവ് VS നും ഒപ്പം സഖാവ് പിണറായിക്കും സാധിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ സഖാവ് പിണറായിയെ കൂടാതെ നമുക്ക് നമ്മുടെ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് വന്നു. EMS ശേഷം ഇപ്പോ പാർട്ടി ബ്യൂറോയിൽ പിണറായിക്ക് പുറമെ നമ്മുടെ പ്രിയപ്പെട്ട ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുണ്ട്, വിജയരാഘവനും. നമ്മുടെ നേതാക്കന്മാർ തെളിയിച്ചു തന്നിട്ടുള്ള ആ വഴികളിലൂടെയാണ് നമ്മുടെ പാർട്ടി ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അതിനൊപ്പം ഭരണരംഗത്ത് വരികയാണെങ്കിൽ കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം മാറ്റിയെടുക്കാനുള്ള ഒരു തീവ്രയജ്ഞ പരിപാടിയിലാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഏർപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഭരണകർത്താക്കൾ കാഴ്ചവെച്ചിട്ടുള്ള പുരോഗമനപരമായ ആശയങ്ങൾ കുറെ കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ പട്ടിണിയില്ലാത്ത, തൊഴിലില്ലായ്മയില്ലാത്ത, ഭവനങ്ങളില്ലാത്ത, എല്ലാവർക്കും ഒരുപോലെ സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നതിന് കഴിയത്തക്ക വിധത്തിലുള്ള അത്ഭുതകരമായ വികസന മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 9 കൊല്ലമായിട്ട് കേരളത്തിൽ നടക്കുന്നതെന്ന് നമുക്കറിയാം. കേരളത്തിന്റെ ഈ അന്തരീക്ഷത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ എവിടെയും ചർച്ചയാണ്. എങ്ങനെ കേരളത്തിൽ സാധിക്കുന്നു? അത് നമ്മുടെ എന്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ സാധിക്കുന്നില്ല? കാരണം ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഭരണത്തെ നിയന്ത്രിക്കുന്നത്, ഇടതുപക്ഷമാണ്. അതുകൊണ്ടാണ് ഈ മാറ്റം വരുന്നത്. തീർച്ചയായിട്ടും സഖാവ് നായനാരുടെ ആ ഒരു അദ്ദേഹം ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കൾ തെളിയിച്ച വഴിയിലൂടെ നമ്മുടെ പാർട്ടിയും നമ്മുടെ ഭരണവും മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ നേരത്തെ ജയരാജൻ പറഞ്ഞു, ഈ ഒരു ദിവസം മാത്രമല്ല, മെയ് 19 മാത്രമല്ല, എല്ലാ കാലത്തും സഖാവ് നായനാർ അന്തരിച്ച ദിവസത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ മരിച്ച ദിവസം തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വന്ന കാഴ്ച കേരളത്തിലെ സർവമാന ജനങ്ങളെയും കണ്ണീരിലാറ്റിക്കൊണ്ട് കോരിച്ചെറിയുന്ന മഴയത്ത് അങ്ങനെ ഒരു വിലാപയാത്ര നമ്മൾ ആരും കണ്ടിട്ടില്ല. അതായിരുന്നു നായനാർ. നായനാർ എന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. നായനാർ എന്നും നമുക്ക് ആവേശമാണ്. നായനാർ എന്നും നമുക്ക് ഈ സ്മാരക മന്ദിരം, ഈ മ്യൂസിയം തീർച്ചയായിട്ടും ലോകത്തിന്റെ മുമ്പിൽ വളരെ പ്രശസ്തമായ രീതിയിലേക്ക് ഉയർന്ന് ഒരു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനും അദ്ദേഹത്തിന്റെ വിപ്ലവീര്യത്തിനും യോജിച്ച വിധത്തിലുള്ള ഒരു സ്ഥാപനമായിട്ട് മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ജ്വലിക്കുന്ന സ്മരണക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. സഖാവ് KK ശൈല ടീച്ചർ, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം, നിങ്ങളോട് സംസാരിക്കും. പ്രസംഗിക്കുന്നൊന്നുമില്ല. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നേതാവ് സഖാവ് നായനാരുടെ ഓർമ്മ ദിനത്തിൽ ഒരു വാക്ക് പറയുക എന്നുള്ളത് വലിയ ആശ്വാസവും അതുപോലെ തന്നെ അഭിമാനവും ഉളവാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പാർട്ടിയുടെ സ്വതന്ത്ര പ്രവർത്തനം 1939 പിണറായിയുടെ പാറപ്പുറത്ത് ആരംഭിക്കുന്ന സമയത്ത് നായനാർക്ക് 20 വയസ്സ് മാത്രമായിരുന്നു പ്രായം. തൊട്ടടുത്ത വർഷമാണ് മൊറാഴ സമരത്തിന്റെ പ്രധാന സംഘാടകനായി സഖാവ് നായനാർ വരുന്നത്. പിന്നീട് അങ്ങോട്ട് കേരളത്തിന്റെ ഓരോ വളർച്ചയിലും പാർട്ടി പ്രവർത്തനത്തിലും പാർലമെന്റേതര പ്രവർത്തനത്തിലുമെല്ലാം സഖാവ് നായനാർ കാട്ടിയിട്ടുള്ള പാത ഒരിക്കലും വിസ്മരിക്കാനാവാത്തതാണ്. പാർട്ടി രംഗത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായും അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ എല്ലാം പ്രത്യേകിച്ച് ഉത്തരവാദിത്തം എടുത്തുകൊണ്ടും പ്രവർത്തിക്കാൻ സഖാവ് നായനാർക്ക് സാധിച്ചു. സഖാവ് നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒട്ടേറെ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ സാധിച്ചത്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ നിർമ്മാണത്തിനും കോഴിക്കോട് എയർപോർട്ടിന്റെ സിയാലിന്റെ രൂപീകരണത്തിനും അതിന്റെ മുന്നോട്ട് പോക്കിനുമെല്ലാം ടെക്നോ പാർക്ക് തിരുവനന്തപുരം, ജനകീയ ആസൂത്രണ പ്രക്രിയ, ഇതെല്ലാം നായനാരുടെ ഭാവനയുടെയും പാർട്ടി ബോധത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിന്റെയും സംഭാവനകളായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. സഖാവ് നായനാരെ ഓർമ്മിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നായനാരുടെ പാത സ്വീകരിച്ച് ഏറ്റവും നല്ല ജനകീയരായി ഏറ്റവും ഉറച്ച പാർട്ടി ബോധമുള്ളവരായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നായനാരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ മതിയാക്കുന്നു. ഇതോടുകൂടി ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുകയാണ്.